ദിവസങ്ങൾക്ക് ശേഷം ജീവയുടെ ആഡംബരക്കാർ വീണ്ടും മൂന്നാറിലെ മണ്ണിലേക്ക് പ്രവേശിച്ചതും കോടമഞ്ഞിൻ്റെ തണുപ്പുള്ളൊരു കാറ്റ് അവനെ വന്നു പൊതിഞ്ഞു. അലസമായി കാറ്റത്ത് പാറിപ്പറക്കുന്ന അവൻ്റെ നീളം മുടി അവൻ മാടി ഒതുക്കി. 1000 ഓർമ്മകൾ ആർദ്രമായി അവനെ തലോടിക്കൊണ്ടേയിരുന്നു. പച്ച പരവതാനി വിരിച്ച തേയിലത്തോട്ടങ്ങളിലൂടെ ജീവയുടെ വണ്ടി കടന്നു പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ പേടിച്ചരണ്ട ആ മാൻപേയുടെ മിഴികളായിരുന്നു അവനെ വീണ്ടും ഇവിടെ എത്തിച്ചതും. അതായിരുന്നു അവളുടെ ആ വിറകൊള്ളുന്ന അതരങ്ങളും തുടുത്ത കവിളുകളും കലങ്ങിയ കണ്ണുകളും ചുവന്നു വന്ന മൂക്കും ആരെയും കൊതിപ്പിക്കുന്ന ആ ആകാരവടിവും അവൻ്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പിന്നെ അറിയാതെയാണെങ്കിലും അവന് മുന്നിൽ ദൃശ്യമായ അവളുടെ അർദ്ധനഗ്നമേനിയും അതോർക്കവേ ജീവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു പേടിച്ചിരണ്ട ആ രൂപവും കലങ്ങിയ കണ്ണുകളും അവനിൽ കുറ്റബോധം നിറക്കാൻ തുടങ്ങിയിട്ട്. അവൾ ആരാധ്യ, ഒരു കൊച്ചു പെണ്ണ്, കണ്ടാൽ 17-ൽ കൂടുതൽ പ്രായം തോന്നിക്കില്ല. നിഷ്കളങ്കമായ നോട്ടം കൊണ്ട് തൻ്റെ ഉള്ളിൽ പ്രണയം നിറച്ചവൾ. അവൾ പോലും അറിയാതെ അവനിന്ന് അവളെ പ്രണയിക്കുന്നു. അവൾക്ക് വേണ്ടിയാണ് ജീവ വീണ്ടും ഇങ്ങോട്ട് വന്നത്. ജീവയുടെ ഓർമ്മകൾ അവൾ ആദ്യമായി കണ്ട ദിവസത്തിലേക്ക് പോയി. ഏകദേശം മൂന്നാഴ്ചകൾക്ക് മുന്നെയാണ് ജീവ തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം മൂന്നാറിൽ അവരുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ചെല്ലുന്നത്. തങ്ങളുടെ തേയില ഫാക്ടറിയിലെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചു സമരം അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അവനന്ന് ചെന്നത്. എന്നത്തെയും പോലെയും അവൻ്റെ കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ടിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന രാമൻ എന്ന രാമേട്ടൻ ഗേറ്റ് തുറക്കുന്നത്. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ജീവ അയാൾക്കൊരു ചിരി സമ്മാനിച്ചു. കുഞ്ഞായിരുന്നോ? കുഞ്ഞ് നാളെ വരുമെന്നാണല്ലോ സാറ് പറഞ്ഞത്. നാളെ എനിക്കിവിടുന്ന് തിരിച്ചു പോകണം രാമേട്ടാ. മറ്റന്നാൾ ഞാൻ അമേരിക്കയിലേക്ക് പോകും. അതിനു മുൻപ് ഇവിടുത്തെ പ്രോബ്ലംസൊക്കെയും സോൾവ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ജീവ ഇത്തിരി നേരം അയാളുടെ കുശലൊക്കെയും പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി. ഇടയ്ക്കിടെ ജീവ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. അവന് ഇവിടം ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അവൻ്റെ മുറിയിലേക്കാണ് അവൻ നേരെ കയറിപ്പോയത്. ആ മുറിയുമായി അവനൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ആ മുറിയിലേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. അതവന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ മുറി ക്ലീൻ ചെയ്യാൻ വേണ്ടി രാമേട്ടൻ റൂം തുറക്കും, എന്നിട്ട് അതുപോലെ അങ്ങ് അടച്ചിടും. അതായിരുന്നു പതിവ്. പക്ഷെ ഇത്തവണ ഡോർ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ താൻ വരുന്നു എന്ന് കരുതി ക്ലീൻ ചെയ്ത് മുറി പൂട്ടാൻ മറന്നുപോയി കാണുമെന്ന് കരുതി ജീവ രാമേട്ടനോട് അക്കാര്യം ചോദിക്കാൻ പോയില്ല. ജീവ മുറി മുഴുവൻ കണ്ണോടിച്ചു. കഴിഞ്ഞ തവണ വരുമ്പോൾ മുറിയുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ നല്ല അടുക്കും ചിട്ടയോടും കൂടി മുറി ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അതും മനസ്സിൽ പറഞ്ഞ ജീവ ബാൽക്കണിയിലെ ഗ്ലാസ് ഡോറിൻ്റെ കർട്ടൻ മാറ്റി വാർഡ്രോബിൽ നിന്ന് ഒരു ടവൽ എടുത്ത് വാഷ്റൂമിൻ്റെ ഡോർ തുറന്നതും അകത്ത് കണ്ട കാഴ്ച അവനിൽ ഞെട്ടലുളവാക്കി. ഒരു പെണ്ണ്. അവൾ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. അവൾ അർദ്ധനഗ്നയാണ്. കയ്യിലുള്ള വസ്ത്രം പിഴിഞ്ഞുണക്കാൻ ശ്രമിക്കുകയാണ് അവൾ. അതേസമയം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവൾ അയാളെ കണ്ടതും ഒരു തരം വിറയലോടെ നിന്നു. കയ്യിൽ പിടിച്ചിരിക്കുന്ന അവളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ അവളുടെ കയ്യിൽ നിന്നും ഊർന്നു വീണുപോയി. അറിയാതെ അവൻ്റെ നോട്ടം അവളുടെ മാറിടങ്ങളിലേക്ക് എത്തി നിന്നതും ആ പെണ്ണ് പെട്ടെന്ന് കൈകൾ മറച്ചു പിടിച്ച് തിരിഞ്ഞു നിന്നു. ആ പെണ്ണിൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലെ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. ഒപ്പം ഭയവും സങ്കടവും എല്ലാം കൂടി ആയപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് മനസ്സിലാക്കി അവൻ സ്വബോധത്തിലേക്ക് വന്നതും പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം മാറ്റി വാഷ്റൂമിൻ്റെ ഡോർ അടിച്ചു തിരികെ ബെഡിൽ വന്നിരുന്നു. അവൻ നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ പെണ്ണ് വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് പേടിയോടെ വന്നതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു കൊച്ചു പെണ്ണ്, പക്ഷേ സ്ത്രീത്വം തുളുമുന്ന ആ കണ്ണുകൾക്ക് വല്ലാത്തൊരഴകായിരുന്നു. നെറ്റിയിലെ കുഞ്ഞു പൊട്ടും നന്നായി ഒതുക്കി വെച്ച മുടിയും അവളുടെ ഭംഗി ഒന്നുകൂടെ കൂട്ടുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ വിതുമ്പൽ അടക്കി പിടിച്ച് മുറിവിട്ടിറങ്ങാൻ ഒരുങ്ങി അവളോട് അവൻ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ആരാ നീ? എന്തിനെൻ്റെ മുറി വന്നു? അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം അവളുടെ ഭയം ഒന്നുകൂടെ കൂട്ടി. ഞാനിവിടെ മുറി ക്ലീൻ ചെയ്യാൻ വന്നതാ. മുറി ക്ലീൻ ചെയ്യാൻ വന്നാൽ അത് ചെയ്തിട്ട് പോകണം. പിന്നെ എന്തിന് ഞാൻ ഉപയോഗിക്കുന്ന വാഷ്റൂമിൽ കയറി? അവൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആരോ ഉപയോഗിക്കുന്നത് അവന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തിരി കടുപ്പിച്ചാണ് അവനത് ചോദിച്ചത്. അത് പിന്നെ വാഷ്റൂം ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ അറിയാതെ പൈപ്പിൽ കൈകൊണ്ട് ഞാൻ മുഴുവനും നനഞ്ഞു. അതെനിക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെ ഓഫ് ചെയ്തു. ഞാൻ മുഴുവനായി നനഞ്ഞതുകൊണ്ട് അത് ഉണക്കാൻ വേണ്ടി. അത്രയും പറഞ്ഞ് അവൾ നിർത്തി. ഞാൻ അറിയാതെയാ, സോറി സർ. അവളുടെ സ്വരം അന്നേരം ഇടറിത്തുടങ്ങി. തൊണ്ടയിൽ കരച്ചിൽ കുടുങ്ങി നിന്നു. അവനു മുന്നിൽ നേരത്തെ അങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്നത് അവളുടെ ഹൃദയം കീറി മുറിച്ചുകൊണ്ടേയിരുന്നു. എന്താ നിൻ്റെ പേര്? ആരാധ്യ. എവിടെയാ വീട്? ഇവിടെ തൊട്ടടുത്താ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, കേട്ടല്ലോ? ഇല്ല സർ. അവൾ പേടിയോടെ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഞാൻ പോയിക്കോട്ടെ സാർ.
അവൾക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. ചെല്ല്. അത് കേട്ടതും അവൾ പെട്ടെന്ന് മുറിവിട്ടിറങ്ങി. അന്നേരം അവൻ ഒന്നുകൂടെ അവളെ നോക്കി. ആ നനഞ്ഞ വസ്ത്രത്തിൽ അവളുടെ ആകാരവടിവ് എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. ജീവ തലകുടഞ്ഞ് നോട്ടം മാറ്റി വാഷ്റൂമിൽ കയറി. പെട്ടെന്ന് ഫ്രഷായി വന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു നേരെ ഫാക്ടറിയിലേക്ക് പോയി. തൊഴിലാളികളുമായി ചർച്ച നടത്തി ഒരു ധാരണയെത്തിയ ശേഷം തേയിലത്തോട്ടങ്ങളിലൂടെ കുറച്ചു നേരം നടന്നു. അസ്തമയ സൂര്യൻ അന്തിച്ചുവപ്പണിഞ്ഞ് നിൽക്കുന്നത് അവൻ കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോഴൊക്കെയും മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയോ പേടിച്ചിരണ്ട ആ മാൻപേയുടെ മിഴികളായിരുന്നു. വിറകൊള്ളുന്ന ആദരങ്ങളുമായിരുന്നു. പിന്നെ കൂടുതൽ നേരം അവൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് തന്നെ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തി. ആർക്കോ വേണ്ടി അവൻ്റെ മിഴികൾ അലഞ്ഞു നടന്നു. ഒടുവിൽ അന്വേഷിച്ച ആളെ കാണാതെ വന്നപ്പോൾ അവൻ രാമേട്ടനോട് അവളെക്കുറിച്ച് തിരക്കാൻ തീരുമാനിച്ചു. രാമേട്ടാ, എന്താ കുഞ്ഞ്? അതേതാ നേരത്തെ കണ്ട ആ പെണ്ണ്? ഇവിടെ സ്ഥിരമായി വരുന്നതാണോ? അല്ല കുഞ്ഞെ, ആ കൊച്ചിന്ന് ആദ്യമായി വന്നതാ. നമ്മുടെ തോട്ടത്തിലെ പണിക്ക് വരുന്ന ശാന്ത കൊണ്ടുവന്നതാ കൊച്ചിനെ. അവളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കൊച്ചാണത്രേ. ഇന്നലെ ഇവിടെ വൃത്തിയാക്കാൻ ഒരാളെ വിടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഈ കൊച്ചിനെയും കൊണ്ട് വന്നത് അവള്. തന്തയും തള്ളയില്ലാത്ത ഒരു പാവം കൊച്ചാത്. അച്ഛൻ നേരത്തെ മരിച്ചത്രേ. അമ്മ ഈ അടുത്താണ് മരിച്ചത്. സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാതായപ്പോൾ അവളുടെ അമ്മയുടെ അകന്ന ബന്ധുവായ ശാന്ത കൂടെ കൂട്ടിയതാ. ആ കൊച്ച് +2 കഴിഞ്ഞിരിക്കുക അത്രേ. നല്ലോണം പഠിക്കുന്ന കൊച്ചാ. ഇനി പഠിക്കാനൊന്നും വിടില്ലെന്ന് ശാന്ത പറഞ്ഞോന്ന്. പാവം, ഞാൻ നിർബന്ധിച്ചപ്പോഴാ ആ കൊച്ചിതൊക്കെ പറഞ്ഞത്. ആ ശാന്ത വൈകുന്നേരം വന്ന് അതിനെയും കൂട്ടി കാശും വാങ്ങിച്ചു പോയി. അവളെക്കുറിച്ച് അറിഞ്ഞതും ജീവയ്ക്ക് എവിടെയോ ഒരു കുഞ്ഞു നൊമ്പരം പോലെ തോന്നി. അന്ന് അവന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ചാൽ കാണുന്നത് ആ നിറഞ്ഞ മിഴികളായിരുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെയോ ജീവ നേരം വെളുപ്പിച്ചു. വേണ്ടാത്ത ചിന്തകൾ മായ്ച്ചു കളഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ജീവ അവിടെ നിന്ന് മടങ്ങി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവൻ US-ലേക്കും പറന്നു. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങൾ ആ മുഖം അവനിൽ മായാതെ നിന്നു. ആ കണ്ണുകൾ നിരന്തരമായി അവൻ്റെ ഉറക്കം കെടുത്തിയപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ അവൻ അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നു. വീണ്ടും അവളെ തേടി ഇറങ്ങി. എന്തിനെന്നറിയാതെ. അതാണ് ഈ യാത്ര. ജീവ ഓർമ്മയിൽ നിന്നുണർന്നതും ബംഗ്ലാവിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് അവൻ്റെ കാർ കടന്നിരുന്നു. പിന്നീട് അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു. രാമേട്ടൻ പറഞ്ഞത് പ്രകാരം ശാന്തയെ കണ്ടപ്പോൾ അവളെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് ജീവ കേൾക്കാനിടയായത്. അത് കേട്ടതും ജീവയുടെ ഉള്ളിൽ ആ പെണ്ണിനോട് പ്രണയത്തിന് പകരം വെറുപ്പ് വന്ന് നിറഞ്ഞു. അവളോട് തോന്നിയ സഹതാപം ഒരു ദേഷ്യത്തിലേക്ക് വഴിമാറി. പിന്നീട് അവളെ മനസ്സിൽ നിന്നും പാടെ മായ്ച്ചു കളഞ്ഞു. ജീവ വീണ്ടും അമേരിക്കയിലേക്ക് പറന്നു. 1 വർഷത്തിന് ശേഷം ജീവ US-ൽ നിന്ന് തിരിച്ചു വന്നു. അതും സ്വന്തം വിവാഹത്തിൻ്റെ തലേന്ന്. അവന് ഈ വിവാഹത്തിനോട് താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഇന്നും ആ പെണ്ണ് അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഉണ്ടെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു. വീട്ടുകാർക്ക് വേണ്ടി അവന് വിവാഹത്തിന് സമ്മതം മൂളേണ്ടി വന്നു. വീട്ടുകാർ തന്നെ അവന് വേണ്ടി പെണ്ണും കണ്ടെത്തി. സ്നേഹ, ഒരു പരിഷ്കാരി പെണ്ണ്. ജീവയുടെ ചെറിയമ്മയുടെ അകന്ന ബന്ധു കൂടിയായിരുന്നു ആ പെണ്ണ്. മേലെടുത്ത തറവാട്ടിൽ ശങ്കരമേനോൻ്റെയും സുഭദ്രയുടെയും കൊച്ചുമക്കളിൽ മൂത്തവനാണ് ജീവ. ജീവയുടെ വിവാഹത്തിന് വേണ്ടി മേലെടുത്ത തറവാട്ടിൽ പന്തലുയർന്നപ്പോൾ അത് എങ്ങനെയും മുടക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു പുത്തൻ പുരക്കൽക്കാർ. ഇരു കൂട്ടരും തമ്മിൽ വർഷങ്ങളായി ശത്രുതയിലാണ്. ആ ശത്രുതയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. പരസ്പരം കൊല്ലാനും തല്ലാനും മടിയില്ലാത്തവരാണ് ഇരു കുടുംബക്കാരും. 2 കുടുംബവും അടുത്തടുത്താണ് താമസം. അങ്ങനെ ഇന്നാണ് ജീവയുടെ വിവാഹം. മണ്ഡപത്തിൽ വധുവിനെയും കാത്തിരിക്കുന്ന ജീവയുടെ മുഖത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കാണാനില്ല. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മുഹൂർത്തം ആവാറായി, കുട്ടിയെ വിളിച്ചോളൂ, പൂജാരി വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും പല മുഖങ്ങളിലും വെപ്രാളവും ദേഷ്യവും വന്ന് നിറയുന്നത് ജീവ ശ്രദ്ധിച്ചു. അച്ഛനും ചെറിയച്ഛന്മാരും ആരെയൊക്കെ ഫോണിൽ വിളിക്കുന്നു. മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. അമ്മ ഒരു ഭാഗത്ത് തലക്ക് കൈയും കൊടുത്തിരിക്കുന്നു. കൂടെ ചെറിയമ്മമാരും വീൽ ചെയറിൽ അപ്പച്ചിയുണ്ട്. അത് കണ്ടതും ജീവയുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയം വന്ന് നിറഞ്ഞു. പിന്നീടാണ് അറിയുന്നത് ജീവ കെട്ടാനിരുന്ന പെണ്ണ് ആരുടെയോ കൂടെ ഒളിച്ചോടിയെന്ന്. ജീവയുടെ വിവാഹം മുടങ്ങിയതറിഞ്ഞതും പുത്തൻ പുരക്കലുകാർ പടക്കം പൊടിച്ച് ആഘോഷം തുടങ്ങി. അത് കണ്ടതും മേലെടുത്തുകാർക്ക് കലി അടക്കാൻ പറ്റിയില്ല. അത് ചോദിക്കാൻ വേണ്ടി അവർക്ക് നേരെ നടക്കാൻ ഒരുങ്ങിയ തൻ്റെ മക്കളെ ശങ്കരമേനോൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട അച്ഛാ, ഇത് അവരുടെ കളിയാണ്, നമ്മളെ തോൽപ്പിക്കാൻ. ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് മതിയായില്ലേ? ഇന്ന് 2-1 അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നമ്മുടെ ചെറുക്കൻ്റെ കല്യാണം മുടക്കിയ ഒന്നിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. ജീവമോൻ്റെ വിവാഹം നമ്മൾ നിശ്ചയിച്ച ദിവസം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടക്കും, അവരുടെ അച്ഛനായ ശങ്കരൻ പറഞ്ഞു. അയാളുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും കേട്ടത്. കൂടെ ജീവയും. അച്ഛാ, അതിന് പെട്ടെന്നൊരു പെണ്ണ് നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും? ജീവയുടെ അച്ഛനാണ് അത് പറഞ്ഞത്. പെണ്ണ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, സുഭദ്ര വിടർന്ന മുഖത്തോടെ പറഞ്ഞു. ഇവിടെയോ? ആരമ്മ അത്? ജീവയുടെ അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, ഇവിടെ തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, നമ്മുടെ രാധുമോള്.
കല്യാണം മുടങ്ങിയ ആശ്വാസത്തിലിരിക്കുമായിരുന്നു ജീവ. അപ്പോഴാണ് മുത്തശ്ശൻ്റെ വാക്കുകൾ അവൻ്റെ കാതിൽ തുളച്ചു കയറുന്നത്. രാധു. ആ പേര് കേട്ടതും ജീവയുടെ മുഖത്ത് ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം കഴിഞ്ഞ 6 മാസമായി ഈ വീട്ടിലെ എല്ലാവരിൽ നിന്നും കേൾക്കുന്ന പേരായിരുന്നു രാധുമോൾ എന്ന്. അവൾ ഇവിടുത്തെ ആരാണെന്ന് ചോദിച്ചാൽ ആരുമല്ല. പക്ഷെ ഇവിടുത്തെ ഓരോരുത്തർക്കും അവൾ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് മുത്തശ്ശിക്കും മുത്തശ്ശനും. സുഖമില്ലാതെ തൻ്റെ അപ്പച്ചി ലക്ഷ്മിയെ നോക്കാൻ വേണ്ടി ഈ വീട്ടിലെ കാര്യസ്ഥൻ അച്യുതൻ കൊണ്ടുവന്നതാണ് അവളെ. അപ്പച്ചി ലക്ഷ്മിക്ക് അവളിപ്പോൾ സ്വന്തം മകളാണ്. ഇതൊക്കെയും തൻ്റെ കസിൻസിൽ നിന്ന് അറിഞ്ഞതാണ് ജീവ. പക്ഷെ വന്നിട്ട് ഇതുവരെ ആയിട്ടും അവൻ രാധുവിനെ കണ്ടിട്ടില്ലായിരുന്നു. കാണാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? മുത്തശ്ശൻ്റെ ചോദ്യം കേട്ടതും എല്ലാവരും തങ്ങൾക്ക് എതിരഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞതും ജീവയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. മേലേടത്തി വീട്ടിൽ ശങ്കരമേനോനും സുഭദ്രയ്ക്കും മക്കൾ 6 പേരാണ്. മൂത്തത് ജീവയുടെ അച്ഛൻ വിശ്വനാഥൻ, ഭാര്യ ഉഷ, ഒറ്റ മകൻ ജീവ വിശ്വനാഥൻ. രണ്ടാമത്തത് ഹരിനാരായണൻ, ഭാര്യ രമ, മക്കൾ ആകാശ്, അഭിരാമി. ആകാശ് ജീവയേക്കാൾ 1 വയസ്സിന് ഇളയതാണെങ്കിലും ജീവയുമായി ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ആകാശിനാണ്. 2 പേരും തമ്മിൽ അത്രയ്ക്ക് കൂട്ടാണ്. അഭിരാമി ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. മൂന്നാമത്തേത് ബാലു എന്ന ബാലചന്ദ്രൻ, ഭാര്യ സുജ, മക്കൾ ആദിദേവ്, ശിവാനി. ആദിയും അഭിയും ഒരേ ക്ലാസ്സിലാണ്. ശിവാനി +2നും. നാലാമത്തേത് ശിവകുമാർ, ഭാര്യ നീലിമ, മക്കൾ മഞ്ജിമയും മനുവും. മഞ്ജിമ +2ലാണ്, മനു 10ലും. അഞ്ചാമത്തേത് സുരേഷ് കുമാർ, ഭാര്യ ഹരിത, ഒറ്റ മകൾ അനുശ്രീ, 10ൽ പഠിക്കുന്നു. ആറാമത്തേത് ലക്ഷ്മി എന്ന സീതാലക്ഷ്മി, കല്യാണം കഴിച്ചിട്ടില്ല. ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ഇനി നമുക്ക് പുത്തൻ പുരക്കലുകാരെ പരിചയപ്പെടാം. പുത്തൻ പുരക്കലെ കാരണവരാണ് മാധവൻ തമ്പി, ഭാര്യ സരസ്വതി. ഇരുവർക്കും 5 ആൺമക്കളാണ്. മൂത്തത് ഗോപികൃഷ്ണൻ, ഭാര്യ നളിനി, മക്കൾ സിദ്ധാർത്ഥ്, ശരത്. സിദ്ധാർത്ഥ് അവിടുത്തെ അച്ഛനും ഇളയച്ചന്മാർക്കൊപ്പം ബിസിനസ് നോക്കി നടത്തുന്നു. രണ്ടാമത്തേത് അഭിറാം, ഭാര്യ ഗായത്രി, മക്കൾ ആരവ്, അർജുൻ, അശ്വിൻ. മൂന്നാമത്തേത് സത്യൻ, ഭാര്യ ഹേമ, മക്കളില്ല. നാലാമത്തേത് അശോക്, ആൾ വർഷങ്ങൾക്ക് മുൻപേ നാട് വിട്ടതാണ്, ഇപ്പോൾ ഒരറിവില്ല. അഞ്ചാമത്തേത് കിഷോർ, പ്രായം 40 കഴിഞ്ഞു, പക്ഷെ ആൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പുത്തൻ പുരക്കലുകാരും മേലെടുത്തുകാരും ഒരു കാലത്ത് ഒരു കുടുംബം പോലെ കഴിഞ്ഞവരായിരുന്നു. അന്ന് മാധവൻ തമ്പിയും ശങ്കരമേനോനും ആത്മമിത്രങ്ങളായിരുന്നു. പക്ഷെ വിധി ഇന്നവരെ ഏറ്റവും വലിയ ശത്രുക്കളാക്കി മാറ്റി. ഇന്ന് ഒരിടത്തെ പരാജയം മറിടത്തെ ആഘോഷമായിരിക്കും. ഇനി കഥയിലോട്ട് വരാം. അങ്ങനെ മുത്തശ്ശൻ്റെ തീരുമാനം കേട്ട് ജീവ ഒന്നും പറയാതെ നിൽക്കുകയാണ്. അച്ഛൻ്റെ തീരുമാനം കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മകൾ സീതാലക്ഷ്മി ആയിരുന്നു. കാരണം ഇനി മുതൽ എന്നും തൻ്റെ മകളെ തനിക്ക് കൺകുളിർക്കെ കാണാമല്ലോ എന്നോർത്ത് ആ മനസ്സിൽ കുളിരി പടർന്നു. വിശ്വനാഥൻ തൻ്റെ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കി. വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ ഇത്രത്തോളം സന്തോഷിച്ച് കാണുന്നത്. കാരണം അവൾക്ക് രാധുമോളെന്ന് വെച്ചാൽ ജീവനാണ്. വെറും മാസങ്ങൾ കൊണ്ടാണ് ഇരുവരും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായത്. അവൾ വന്നതിന് ശേഷമാണ് തൻ്റെ പെങ്ങളിൽ ഇത്രത്തോളം മാറ്റം ഉണ്ടായത്. ഒരു ഭാഗം തളർന്നു കിടന്നിരുന്ന അവളെ ഇപ്പോൾ വീൽ ചെയറിൽ ഇരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയത് രാധുമോളാണ്. അതുകൊണ്ടാണ് അവളോട് ആ വീട്ടിൽ എല്ലാവർക്കും അത്രയ്ക്കും സ്നേഹം. ജീവയ്ക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ലക്ഷ്മി രാധുവിൻ്റെ പേര് അവിടെ എടുത്തിട്ടതാണ്. പക്ഷെ ജീവയ്ക്ക് അല്പം മെച്ചോർഡായ വിദ്യാഭ്യാസമുള്ള പെണ്ണ് മതിയെന്ന് പറഞ്ഞപ്പോൾ 18 പോലും തികയാത്ത രാധുവിനെ എങ്ങനെ ആലോചിക്കും? അതുകൊണ്ട് അന്ന് എല്ലാവരും വേണ്ടെന്ന് വെച്ചതാണ്. എന്നിട്ടിപ്പോൾ അവളുടെ ആഗ്രഹം പോലെ ജീവയുടെ പെണ്ണായി രാധു വരുന്നു. അവൾ എല്ലാവർക്കും രാധു ആണെങ്കിൽ സീതാലക്ഷ്മിക്ക് അവൾ ആരുമാണ്. തൻ്റെ സഹോദരിയുടെ സന്തോഷം കണ്ടതും ഏട്ടന്മാരുടെ മനസ്സ് നിറഞ്ഞു. അത്രമേൽ പ്രിയപ്പെട്ടതാണ് അവർക്ക് അവരുടെ സഹോദരി. ഏട്ടന്മാരെക്കാൾ ഒരുപാട് ഇളയതാണ് സീതാലക്ഷ്മി. എവിടെ എൻ്റെ ആരുമോള്? സീതാലക്ഷ്മി ഉറക്കെ ചോദിച്ചു. അവിടെ ഉണ്ടാപ്പച്ചി. അഭിരാമിയാണ് അതിന് മറുപടി പറഞ്ഞത്. എന്നാ വിളിച്ചോണ്ട് വാബി, ഞാൻ കാണട്ടെ എൻ്റെ കുട്ടിയെ. എൻ്റെ ജീവയുടെ പെണ്ണാ ഇനി അവൾ. അത് കേട്ടതും ശിവാനിയും മഞ്ജിമയും ആരു ചേച്ചി നാണിക്കാതെ ഇവിടെ വാ എന്നും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് വന്നു. മഞ്ജിമയുടെയും ശിവാനിയുടെയും കൂടെ നടന്നു വരുന്ന പെണ്ണിലേക്ക് ജീവയുടെ നോട്ടം എത്തിയതും അവൻ്റെ മുഖം ഒരു വേള സന്തോഷം കൊണ്ട് വിടർന്നു. അവൻ അറിയാതെ തന്നെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു. ആരാധ്യ, അവൻ്റെ നാവിൽ നിന്നും ആ പേരുതിർന്നു വീണു. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. ജീവയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്തൊക്കെയോ കടന്നു വന്നതും സന്തോഷത്തിന് പകരം അവിടെ ദേഷ്യം വന്ന് നിറഞ്ഞു. അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. എവിടെയായിരുന്നു എൻ്റെ കുട്ടിയെ നീ? മുത്തശ്ശി അവളെ അരികെ വിളിച്ച് മൊഴിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. മുത്തശ്ശി, അത് ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു മുത്തശ്ശി. എൻ്റെ രാധുട്ടി ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞാണല്ലോ? മുത്തശ്ശി വീണ്ടും ചോദിച്ചു. അവൾ പതിയെ മൂളി. എൻ്റെ ജീവമോൻ്റെ പെണ്ണായി മോളെ ഞങ്ങൾ എടുത്തോട്ടെ. അവളൊന്നും മിണ്ടിയില്ല. എന്താ കുട്ടിയെ നീ ഒന്നും മിണ്ടാഞ്ഞത്? ഇത്തവണ ശങ്കരനാണ് ചോദിച്ചത്. ഇഷ്ടമല്ലച്ചാ, ഞങ്ങൾ നിർബന്ധിക്കില്ല. അയ്യോ മുത്തശ്ശ, അത് പിന്നെ എനിക്ക്. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെയായി.
നേരത്തെ മുത്തശ്ശൻ്റെ വായിൽ നിന്ന് വിവാഹകാര്യം കേട്ടത് മുതൽ ഈ നിമിഷം വരെ ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ് അവൾ. കാരണം തനിക്കതിന് അർഹതയില്ലെന്ന് അവളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ജീവയെ അവൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എന്തിന് ഇത്രയും തൊട്ടടുത്തുണ്ടായിട്ടും ഇപ്പോഴങ്ങോട്ടൊന്ന് നോക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ലായിരുന്നു. ജീവ ഒരു കലിപ്പനാണെന്ന് അവൾ പലരിൽ നിന്നും നേരത്തെ കേട്ടിരുന്നു. അഭിയിൽ നിന്നും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം അവൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ആവുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇല്ല, ഇവളെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. ജീവയിൽ നിന്നുതിർന്ന വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു. അപ്പോഴാണ് ആരു എന്ന ആരാധ്യ ജീവയുടെ മുഖം കാണുന്നത് പോലും. അവൻ്റെ മുഖം കണ്ടതും അവളിൽ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ തോന്നി. ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ ആ മുഖത്തേക്ക് നോക്കിപ്പോയി. അവളുടെ ഉടലാകെ വിറപ്പുണ്ടു. മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവളുടെ ഓർമ്മകൾ അന്നത്തെ ആ ദിവസത്തിലേക്ക് പോയി. അന്നേരം ഹൃദയം ഇപ്പോൾ പൊട്ടും എന്ന അവസ്ഥയിൽ ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു. മോനെ ജീവ, ഇത് മുത്തശ്ശൻ്റെ അഭിമാന പ്രശ്നമാണ്. ഇന്ന് ഈ വിവാഹം നടന്നില്ലേ പിന്നെ ഈ മുത്തശ്ശൻ ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല. മുത്തശ്ശൻ, എനിക്ക് പറ്റില്ല. മുത്തശ്ശൻ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷേ ഇത് പ്ലീസ് എന്നെ വിട്ടേക്ക്, എനിക്ക് വിവാഹം വേണ്ട. ജീവയ്ക്ക് എന്ത് പറയണമെന്നറിയാതെയായി. മോനെ, വർഷങ്ങൾ മുൻപ് ഇവിടെ വീട്ടുമുറ്റത്തെ ഒരു പന്തൽ ഉയർന്നിരുന്നു. എൻ്റെ ലച്ചുമോളുടെ കല്യാണമായിരുന്നെന്ന്. അന്നും ദൈവം എന്നെ ഇതുപോലെ പരീക്ഷിച്ചു. ആ കല്യാണം മുടങ്ങി. അതിനുശേഷം എൻ്റെ മോള്, ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അയാൾ കണ്ണ് തുടച്ചുകൊണ്ട് തുടർന്നു. അന്നേരം സീതാലക്ഷ്മിയുടെ കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഒരു വേള പഴയതൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. കണ്ണിറുക്കി അടച്ചു. അവൾ അതൊക്കെ ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ശങ്കരൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. അതിനുശേഷം ഇവിടെ മറ്റൊരു വിവാഹമോ ആഘോഷമോ ഒന്നും നടന്നിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം നിന്റെ വിവാഹം വന്നപ്പോൾ അത് ഏറ്റവും മനോഹരമാക്കണം എന്നെൻ്റെ ലച്ചുമോളുടെ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ വന്നാൽ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല. ഇനിയും എൻ്റെ കുട്ടി സങ്കടപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ആ വൃദ്ധൻ അന്നേരം കരഞ്ഞു പോയിരുന്നു. മുത്തശ്ശൻ, എന്നൊന്ന് മനസ്സിലാക്ക്. എൻ്റെ കുട്ടിക്ക് പറ്റണില്ലാച്ച വേണ്ട. ഈ വൃദ്ധൻ വീണ്ടും തോറ്റുപോയി. എൻ്റെ മക്കളും കൊച്ചുമക്കളും എന്നെ അനുസരിക്കും എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷെ തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. ജീവ, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഇന്നേ വരെ ഞങ്ങളാരും ആ മനുഷ്യൻ്റെ കണ്ണ് നിറയാൻ അനുവദിച്ചിട്ടില്ല. എന്നിട്ട് നീ? ജീവയുടെ അച്ഛൻ്റെ സ്വരം അവിടെ ഉയർന്നു. അച്ഛ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ജീവ അച്ഛൻ്റെ മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ജീവയുടെ അച്ഛൻ വിശ്വൻ അവൻ്റെ കൈയും പിടിച്ച് ഒരു മുറിയിലേക്ക് നടന്നു. അങ്ങനെ വിശ്വനാഥൻ കുറച്ചു നേരം മകനോട് സംസാരിച്ചു. അങ്ങനെ വേറെ വഴിയില്ലാതെ ജീവ അയാളുടെ വിവാഹത്തിന് സമ്മതം മൂളി. ഇതേസമയം ആരാധ്യ എന്നാരും വിശ്വനാഥനെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നു. അപ്പോഴാണ് മുറി വിട്ടിറങ്ങുന്ന ജീവയെ അവൾ കാണുന്നത്. അവൾക്ക് നേരെ കത്തുന്ന നോട്ടം സമ്മാനിച്ച് ജീവ അവിടുന്ന് പോയി. അന്നേരം ആരുവിന് മനസ്സിലായി ജീവയ്ക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നും ഒരിക്കലും തന്നെ അയാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ലെന്നും. ആരാ ഇത്, രാധമോളോ? മോൾ ഇതുവരെ റെഡിയായില്ലേ? വിശ്വനാഥൻ അവളുടെ അരികിൽ വന്നുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. വിശ്വച്ച, എനിക്ക് പേടിയാ. വേണ്ട വിശ്വച്ച, മുത്തശ്ശനോട് ഒന്ന് പറയോ എനിക്ക് കല്യാണം വേണ്ടെന്ന്? പ്ലീസ് വിശ്വച്ച. അതെന്താ എൻ്റെ കുട്ടിക്ക് കല്യാണം വേണ്ടാത്തേ? എനിക്ക് പേടിയാ. ആരെയാ പേടി? എൻ്റെ മകൻ ജീവയാണോ? അവള് ആണെന്ന പോലെ തലയനക്കി. എന്തിനാ എൻ്റെ കുട്ടി പേടിക്കണേ? അവൻ കാണുന്ന പോലെ ഒന്നുമല്ല, ഒരു പാവാണ്. അവനെ മോളെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. അവന് നേരത്തെ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ കാരണം മാത്രം അവൻ വിട്ടു പറഞ്ഞില്ല. വിശ്വച്ച, ഞാൻ അദ്ദേഹത്തിന് ചേരില്ല. വിശ്വച്ച മുത്തശ്ശനോട് പറഞ്ഞാൽ മുത്തശ്ശൻ കേൾക്കും. ഇല്ലല്ലോ രാധമോളെ, ഇനിയിപ്പോൾ വിശ്വച്ചനല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ശങ്കരമേനോൻ കേൾക്കില്ല. കാരണം ഈ വിവാഹം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ ലച്ചുമോളാണ്, അതായത് നിന്റെ ലക്ഷ്മിയമ്മ. അതുകൊണ്ട് എൻ്റെ കുട്ടി വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് പെട്ടെന്ന് ഒരുങ്ങുക. അയാൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അപ്പോഴേക്കും ജീവയുടെ ചെറിയച്ഛന്മാരൊക്കെ അങ്ങോട്ട് വന്നു. അല്ല, അമ്മായി അച്ഛനും മരുമോളും തമ്മിൽ എന്താ ഇത്രയും വലിയ രഹസ്യം പറച്ചിൽ? ഞങ്ങളും കൂടി കേൾക്കട്ടെന്നേ. അതെ, ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്വകാര്യമാണ്, അതങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല അല്ലേ രാധമോളെ? വിശ്വനാഥൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവളെ മകളായി കിട്ടിയിരുന്നേ എന്ന് ഏട്ടനും ഏട്ടത്തി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ഇപ്പൊ കിട്ടിയല്ലോ, സന്തോഷമായില്ലേ ഏട്ടന്? ഹരി പറഞ്ഞത് കേട്ടതും വിശ്വന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഏട്ടൻ മാത്രല്ലല്ലോ നമ്മളും ആഗ്രഹിച്ചതല്ലേ, ഇവൾ നമ്മുടെ കുടുംബത്തിൽ പിറന്നിരുന്നുവെങ്കിലെന്ന്. ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ട് വരില്ലല്ലോ അവകാശം പറഞ്ഞ്. എല്ലാവരും കൂടി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ആരുവിനെ നോക്കി. ഹരിയച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹരിയോട് എന്തോ പറയാമെന്ന് ആരുവിനെ വിശ്വൻ തടഞ്ഞു, അവിടുന്ന് പറഞ്ഞയച്ചു. ഇതേ സമയം ജീവ എന്ത് ചെയ്യണമെന്നറിയാതെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കൂടെ ചെറിയച്ഛൻ്റെ മകനായ ആകാശമുണ്ട്.
എടാ ജീവ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്തായാലും ആ സ്നേഹിക്കാളും ബെസ്റ്റ് ആരും തന്നെയാ. എന്നാ നീ അങ്ങ് കെട്ടിക്കോ. കെട്ടാൻ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നറുക്ക് വീണത് നിനക്കായി പോയില്ലേ. അത് കേട്ട ജീവ അവനെ കടുപ്പിച്ചു നോക്കി. എടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ, അവളെ നിന്നെ കൊണ്ട് കെട്ടിക്കാനേ ഇവിടെ നേരത്തെ എല്ലാവർക്കും ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ എങ്ങനെയാ അവളെ നോട്ടമിടുന്നത്? അതുമല്ല, അവൾ നമ്മുടെ പെങ്ങന്മാരെ പോലെ എന്നെ ഒരു ആങ്ങളെയായ കണ്ടത്, കൂടപ്പിറപ്പ്. അതോടെ പകച്ചു പോയില്ല എൻ്റെ ബാല്യം. അല്ലേലും അവൾക്ക് ചേരുക നീ തന്നെയാ. ജീവ അവനെ വീണ്ടും കടുപ്പിച്ചു നോക്കി. സത്യം, നിങ്ങൾ തമ്മിൽ എന്തൊരു മാച്ചാണെന്നോ? നിനക്ക് വേറൊന്നും പറയാനില്ലേ ആകാശ്? ജീവ എന്താ നിന്റെ മനസ്സിൽ? എടാ അവൾക്ക് നമ്മുടെ അബിയുടെ അത്രയല്ലേ പ്രായം കാണുള്ളൂ. ഞാൻ അവളും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസം കാണും. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പാൽക്കുപ്പിയൊന്നും ശരിയാവില്ലെന്ന്. അതാണോ നിന്റെ പ്രശ്നം? എടാ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അത് മാത്രമല്ല ആകാശ്, പിന്നെ 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 എടാ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആകാശ്. ജീവ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയണം, അല്ലാതെ ഇങ്ങനെ. ആകാശ് നീ ഇപ്പോൾ പോ, എന്നിട്ട് എല്ലാവരും പറഞ്ഞേക്ക് ജീവയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന്. അത് കേട്ടതും ആകാശ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി. ജീവയുടെ സമ്മതം കിട്ടിയതും വീണ്ടും ആഘോഷത്തിന് തിരിതെളിഞ്ഞു, അതും മുൻപത്തേതിലും തിളക്കത്തോടെ. ജീവ കുറച്ചു നേരം ആലോചന തുടർന്നു. ആഞ്ഞൊരു ശ്വാസം വലിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് നേരെ കതിർ മണ്ഡപത്തിലേക്ക് നടന്നു.